والمتزاورين فيا والمتحابين فيا. ينادي يوم القيامة أين المتجالسون فيا؟ أين المتحابون فيا؟ أين المتزاورون فيا؟ إلى آخر الحديث. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഖിയാമത്ത് നാളിൽ അർശിന്റെ ഭാഗത്ത് നിന്ന് വിചാരണ തുടങ്ങുന്നതിന്റെ മുൻപ് ഒരു വിളി വരും. ഐനൽ മുത്തജാലിസൂന ഫിയ്യ. എന്റെ കാര്യത്തിൽ പരസ്പരം കൂടിയിരുന്ന ആളുകളെവിടെ? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കൂടിയിരുന്നവർ എവിടെ? ഐനൽ മുത്തസാബിറൂന ഫിയ്യ. അള്ളാഹുവിന്റെ മാർഗത്തിൽ, എന്റെ മാർഗത്തിൽ സന്ദർശിച്ച ആളുകൾ എവിടെ? ഐനൽ മുത്തഹാബൂന ഫിയ്യ. എന്റെ മാർഗത്തിൽ പരസ്പരം മഹബ്ബത്ത് സ്നേഹിച്ച ആളുകൾ എവിടെ? ഇങ്ങനെ വിളിക്കപ്പെടും. ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരെ, സ്നേഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടണം. ഇന്ന് റബീഉൽ അവൽ 21. റബീഉൽ അവൽ നമ്മോട് യാത്ര പറഞ്ഞു പിരിയുകയാണ്. ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അതിഥി പിരിഞ്ഞു പോകുമ്പോ ആതിഥേയനെപ്പറ്റി നല്ല വിശ്വാസവും ആതിഥേയനോട് നല്ല ഇഷ്ടവും ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ആതിഥേയൻ സൽക്കരിച്ചതിൽ എന്തർത്ഥം? ആ അതിഥി ഇഷ്ടത്തോടുകൂടെയല്ല, താല്പര്യത്തോടുകൂടെയല്ല നമ്മുടെ വീട് വിട്ടിറങ്ങുന്നതെങ്കിൽ പിന്നെ എന്ത് സൽക്കാരം? പിന്നെ എന്തിനാണ് നാം ഇതൊക്കെ ചെയ്തത്? റബീഉൽ അവ്വൽ നമ്മോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോ ഈ റബീഉൽ അവ്വൽ നമ്മെക്കുറിച്ച് ഏത് രൂപത്തിലാണ് പിരിയുന്നത്? ഒരു റബീഉൽ അവ്വൽ വന്നപ്പോൾ ആ റബീഉൽ അവ്വലിൽ ലോകാത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നു. നാം ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു റബീഉൽ അവ്വൽ മാസം വന്നപ്പോ കിസ്റയും കൈസറും ഞെട്ടി വിറച്ച് കൊട്ടാരം വിണ്ടുകീറി, താഴികക്കുടങ്ങൾ ഉടഞ്ഞ്, സാവ വറ്റി, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡങ്ങൾ പൊലിഞ്ഞ് ലോകാത്ഭുതങ്ങളുമായിട്ടാണ് ഒരു റബീഉൽ അവ്വലിനെ ലോകം വരവേറ്റത്. അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിലും എന്നിൽ ഈ റബീഉൽ അവ്വൽ വന്നപ്പോൾ എന്ത് മാറ്റമുണ്ടായി? എന്നിൽ എന്ത് മാറ്റമാണ് ഈ റബീഉൽ അവ്വലോട് കൂടി ഉണ്ടായത് എന്നൊന്ന് ചിന്തിക്കണ്ടേ? മദീനക്കാരായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളോടൊപ്പം മുഹാജിറുകളും അൻസാറുകളും മക്ക കീഴടക്കാൻ മക്കൻ ഫത്ഹിൽ മക്കയിൽ വരുമ്പോ മക്കക്കാര് മുഴുവനും പേടിച്ചു വിറച്ചു. എന്തിന്? നേരത്തെ ഞങ്ങൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾക്ക് നബിയും സ്വഹാബത്തും പ്രതികാരം ചെയ്യുമോ എന്ന പേടി. തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യുമായിരിക്കും എന്ന ആ പേടിയിൽ ഭയവിഹ്വലരായി നാലുപാടും ഓടി ഒളിച്ച് പർവ്വതങ്ങളിൽ കയറി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി മക്കയിലെ ഒട്ടുമിക്ക ആളുകളും. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയത്, വമൻ ദഖലഹു കാന ആമിന. കഅബയിലേക്ക് ആര് കയറിയോ, മസ്ജിദുൽ ഹറാമിലേക്ക് ആര് കയറിയോ, കാന ആമിന, അവൻ പേടിക്കേണ്ടതില്ല, അവൻ നിർഭയനാണ്. അങ്ങനെ പലവരുടെയും പേരെടുത്ത് തങ്ങൾ പറഞ്ഞു, മസ്ജിദുൽ ഹറാമിലേക്ക് അങ്ങ് കയറിയാൽ പിന്നെ അവൻ പേടിക്കണ്ട. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അജീബ തങ്ങൾ പറഞ്ഞത് കാണാം. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരുടെ മഹത്തുക്കളുടെ ഹൃദയത്തിലേക്ക് ഒരാൾ കടന്നാൽ അവരെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കാന ആമിന, അവൻ നിർഭയനാണ്, പിന്നെ അവൻ പേടിക്കേണ്ടതില്ല. മുത്തുനബിയുടെ മനസ്സിലെങ്ങാനും നമ്മിൽ ഒരാൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടതില്ല, തങ്ങളെ മനസ്സിൽ നമ്മളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതുപോലെ മഹത്തുക്കളുടെ മഹാന്മാരുടെ ഹൃദയത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ കാന ആമിന. ഇമാം ജലാലുദ്ദീൻ അസ്സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ഈ സ്വർഗം അല്ലാഹു മുത്തുനബിക്ക് നൽകിയതാണ്. അതാർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണം, എത്ര സ്ക്വയർ ഫീറ്റ്, അതൊക്കെ തങ്ങളങ്ങ് തീരുമാനിക്കല. തങ്ങളാണ് അതൊക്കെ വിഹിതിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആണ് നരകം ഉറച്ച ആളുകളെ, നരകത്തിലേക്ക് പോകുന്ന ആളുകളെ മുത്തുനബി പറയും, അവനെ അങ്ങ് വിട്ടേക്ക്, സ്വർഗത്തിൽ കടന്നോട്ടെ, ആയിക്കോട്ടെ, സ്വർഗത്തിൽ കടന്നോട്ടെ. ഈ രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹൃദയത്തിൽ ഒരാൾ കടന്നു കയറിയാൽ കാന ആമിന. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ കടന്ന് കയറൽ എങ്ങനെയാ? ഇനിയുള്ള കാലത്തൊരു കാര്യം ഉറപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം എന്ന് പ്രസംഗിക്കേണ്ടതില്ല, അതെല്ലാവർക്കും അറിയാം. ആരോടും ഇനി അത് പറയണ്ട. കാരണം റബീഉൽ അവ്വൽ എല്ലാവരും സ്റ്റാറ്റസ് വെക്കുന്നത് തന്നെ നബിയെ സ്നേഹിക്കണോ, അതിനി പ്രസംഗിക്കണ്ട. എങ്ങനെ സ്നേഹിക്കണം, എത്ര സ്നേഹിക്കണം, എങ്ങനെയാണ് നബിയുടെ ഹൃദയത്തിൽ കടന്നുകൂടേണ്ടത്, അതേ ഇനി പറയേണ്ടത്. അതാണ് ഇനി പഠിക്കണം. മരിക്കുവോളം മനുഷ്യൻ പഠിക്കണം. പഠിക്കുന്നതിലായിട്ടാണ് ഏറ്റവും കൂടുതൽ നാം ചെലവഴിക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുന്ന് രാത്രി പാതിരാക്ക് കിടന്നുറങ്ങിയാൽ രാത്രിയിൽ ചിലപ്പോ 10-15 പ്രാവശ്യം 20 പ്രാവശ്യമൊക്കെ ഞെട്ടി ഉണരും. എന്തിന്? എന്തെങ്കിലും
മസ്അലകൾ ചിന്തിച്ച് ഇൽമ് പഠിച്ചിരിക്കുന്നത് ഓർത്ത് ഞെട്ടി ഉണരും. ക്ലാസ് എടുക്കുമ്പോ ഉറങ്ങി തൂങ്ങിപ്പോകുന്നല്ല പറഞ്ഞത്. നമ്മളങ്ങനെയാണ് ക്ലാസ്സിൽ. ഇപ്പൊ മുത്തുനബിനെ പറ്റി പറയാം. അപ്പോഴും ബുഖാരി ഇമാമ് ഉറങ്ങ് കിടക്കുമ്പോ ഇൽമു ഓർത്തിട്ട് ഞെട്ടി ഉണരും. അതെത്ര? ഒരു രാത്രിയിൽ തന്നെ 15ഉം 20ഉം പ്രാവശ്യം ഇമാം ബുഖാരി രാത്രി ഞെട്ടി ഉണരുമെന്ന് തെഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഇമാം നബവി ഇമാം ബുഖാരിയുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം. ബുഖാരി ഇമാമിനോട് ഒപ്പം പറയുന്ന ഒരു ഇമാമാണല്ലോ മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. അവർ മരിച്ചത് എങ്ങനെയാണെന്നറിയാം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു മസ്അലയെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ആ മസ്അല ഇങ്ങനെ ചിന്തിച്ചു. തന്റെ മുൻപിൽ വലിയ ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ടുവച്ചു. ആ മസ്അല ഇങ്ങനെ ചിന്തിച്ച് ആ ഇടക്കിടക്ക് ഓരോ ഈത്തപ്പഴവും കഴിച്ച് നേരം പുലർന്നപ്പോഴേക്ക് ആ മസ്അല ബോധ്യമായി അത് രേഖപ്പെടുത്തുകയാണ്. അപ്പോഴേക്ക് കൊട്ടയിലുള്ള ഈത്തപ്പഴം മുഴുവനും തീർന്നു പോയിട്ട് ഓരോന്നിങ്ങനെ തിന്നു. അത്രയും അധികം ഈത്തപ്പഴം കഴിച്ച് ഇതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് അസുഖബാധിതനായിട്ടാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. ഒരൊറ്റ മസ്അല. അപ്പൊ അതുകൊണ്ട് പഠിക്കണം, എപ്പോഴും പഠനം. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വ്യക്തിപ്രഭാവത്തെ സംബന്ധിച്ച്, നബിയിൽ നാം ഉൾക്കൊള്ളേണ്ടതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹൃദയത്തിൽ ഞാൻ കടന്നുകൂടിയിട്ടുണ്ട്, തങ്ങളെ മനസ്സിൽ ഞാനുണ്ട്, ഞാൻ തങ്ങളെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നതിന് അഇമ്മത്ത് 11 അടയാളങ്ങൾ പറയും. ചിന്തിക്കുക, ഞാൻ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലുണ്ടോ? ഈ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം പടിയിറങ്ങുമ്പോ മുത്തുനബിയുടെ ഹൃദയത്തിൽ ഞാൻ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അതിന് 11 അടയാളം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇനി ഉഹിബ്ബുക ഫില്ല, ഞാൻ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോന്ന് ചോദിച്ചു. ഇല്ല, അറിയില്ല. എന്നാലേ ഒരാൾ, സാധാരണ ഒരു മനുഷ്യൻ മറ്റൊരു സാധാരണക്കാരനെ അള്ളാന്റെ മാർഗത്തിലാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവന്റെ കീസയിലുള്ളത്, പോക്കറ്റിലുള്ളത് എല്ലാം ഇങ്ങോട്ടെടുക്കുമ്പോൾ അവന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ നിന്റെ പോക്കറ്റിൽ നിന്ന് എന്തെടുക്കുകയാണെങ്കിലും, നിന്റെ വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു സാധാരണ മനുഷ്യനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്നത് സുഹബത്തുൽ അഖിയാർ എന്ന് അൽ-ഉംദത്തു ഫീ സുഹബത്തിൽ അഖിയാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷഅറാനി അത് രേഖപ്പെടുത്തിയത് കാണാം. അത്രയ്ക്കാണ് ഒരാള് ഭയങ്കര സ്നേഹമാണ്. തന്റെ മഹബൂബ് എന്ത് തന്റേത് എടുക്കുന്നതും അനുഭവിക്കുന്നതും ഒരു പ്രയാസവും മഹബൂബിന് ഉണ്ടാവില്ല. അതാണ് സാധാരണക്കാരനെ ഒരാൾ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എങ്കിൽ സയ്യിദുൽ ഖൽഖായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? എന്താണ് സ്നേഹം? എപ്പോഴാണ് സാർത്ഥകമാവുക?
ഒരൊറ്റ കാര്യം, അത്തഖല്ലുഖു ബിഅഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ ഒരാൾ പ്രവേശിച്ചതിന്റെ അവൻ പരിഗണിക്കുന്നതിന്റെ 11 അടയാളം അത്തഖല്ലുഖു ബിഅഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഉൾക്കൊള്ളലാണ്. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, സൽസ്വഭാവം മുഴുവനും കൂമ്പാരമാക്കി വെച്ച് ആ സൽസ്വഭാവത്തിന്റെ കൂമ്പാരത്തിന്റെ മുകളിൽ തങ്ങൾ അടയിരിക്കുന്നത് പോലെ, മുഴുവനും കീഴ്പ്പെടുത്തിയതുപോലെ അത്രയ്ക്കും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങൾ. ആ സ്വഭാവം ഒരാളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക. റബീഉൽ അവ്വൽ മാസം പടിയിറങ്ങുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഏതൊക്കെ സ്വഭാവം പുതുതായി ഈ വർഷം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്? എന്താണ് ഒരു പുതിയ സ്വഭാവം എന്നിൽ ഉണ്ടായത്? ഒരാളുടെ സ്വഭാവം ആരോടെങ്കിലും സഹവസിച്ചിട്ട് കൂട്ടുകൂടിയിട്ട് അത് ഉപകാരപ്രദമാവണമെങ്കിൽ താൻ ആരോടെല്ലാം കൂട്ടുകൂടുന്നുവോ അവര് മുഴുവനും എന്നേക്കാൾ മേലെയാണ് എന്ന് ഹൃദയത്തിൽ വിശ്വാസം വരണം. സ്വഭാവത ഓനങ്ങനെ ഓന് ശരിയില്ല, മറ്റവനോ ശരിയില്ല, കണക്കാ, മറ്റവനും കണക്കാ. പിന്നെ കണക്കല്ലാത്ത പിന്നെ ആരാ? അത് മഹാനായ ഞാനാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് അധികാരികൾ. മഹാനായ ഞാന് മാത്രമേ ഇപ്പോ കണക്കല്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ കണക്കാ. ഈ കൂട്ടുകൂടൽ കൊണ്ട്, സുഹൃത്ത് കൊണ്ട് ഒരു ഉപകാരവും കിട്ടൂല. നല്ലവരുമായി, സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടിയിട്ട് എന്തെങ്കിലും ഒരു ഫലം ലഭിക്കണമെങ്കിൽ ഞാൻ കൂട്ടുകൂടുന്ന ആളുകൾ മുഴുവനും, സഹവസിക്കുന്നവർ മുഴുവനും എന്നേക്കാൾ ഉയർന്നവരാണ്. ഒരു പ്രായമുള്ള മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ അത്ര ഞാൻ ഇബാദത്ത് ചെയ്തിട്ടില്ലല്ലോ. തന്നേക്കാൾ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണെങ്കിൽ എന്റെ അത്ര തെറ്റുകൾ ഈ കുട്ടി ചെയ്തിട്ടില്ലല്ലോ. ഈ രൂപത്തിലാകുമ്പോഴാണ് സഹവാസം ശരിയാവുക. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം റഊഫ്, എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും ദയ, സർവ മനുഷ്യരോടും സർവ ജീവികളോടും തങ്ങൾക്ക് കാരുണ്യം, സർവ ജീവികളോടും സർവ മനുഷ്യരോടും സർവത്തിനോടും മുത്തുനബിക്ക് ദയ. അതാണ് അവിടുത്തെ സ്വഭാവത്തിൽ ഏറ്റവും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക്. തങ്ങളെങ്ങാനും പരുഷ സ്വഭാവക്കാരനും കഠിന ഹൃദയനും ആയിരുന്നുവെങ്കിൽ ആളുകൾ എന്നോ തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. ബിറഹ്മത്തില്ലാഹി ലിൻത ലഹും, തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എത്ര മയത്തിലാണ് പെരുമാറിയത്. ഓ, ഏതെല്ലാം ആളുകൾക്ക് വേണ്ടിയാണ് തങ്ങൾ തങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് കാരുണ്യം രേഖപ്പെടുത്തിയത്. ഈ ഒരു മെന്റാലിറ്റി, മൈൻഡ്, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും കാരുണ്യം, ഇങ്ങനെ ഒരു സ്വഭാവം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഈ റബീഉൽ അവ്വൽ പടിയിറങ്ങുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ മുത്തുനബിന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് സമൂഹത്തിൽ നിന്നല്ല, സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം, ഭാര്യയിൽ നിന്ന് തുടങ്ങണം, മക്കളിൽ നിന്ന് തുടങ്ങണം, കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, അടുത്തവരിൽ നിന്ന് തുടങ്ങണം. അത്രയ്ക്കും സ്നേഹം. ചില ഭർത്താക്കന്മാര് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് ഭാര്യന്റെ മുട്ട് വരയ്ക്കും.
ഉപ്പയെ കാണുമ്പോഴേക്ക് മക്കളെ മുട്ടുകരയ്ക്കും. മുത്തുനബി അങ്ങനെയല്ല. തങ്ങള് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് കുട്ടികൾ കുറെ തോളിലും കുറെ മടിയിലുമായിട്ട് ഓടി വരികയാണ്. ജീവിതത്തിൽ ഒരു കുട്ടി പോലും മുത്തുനബിയെ കണ്ട് കരഞ്ഞിട്ടില്ല. 7 കുട്ടികൾ അവിടുത്തെ മടിത്തട്ടിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയോടും ഒരു ദേഷ്യം തങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെ നീണ്ടുപോകുന്ന ചരിത്രങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിക്കൊടുക്കയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിൽ മുത്തുനബി നിൽക്കുമ്പോ തൊട്ടടുത്ത സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഒരു പലഹാരം കൊണ്ടുപോയി അവിടുത്തെ വേലക്കാരിയായ സ്ത്രീ കൊണ്ടുകൊടുത്തു. ആയിഷ ബീവി ചോദിച്ചു, ഇതെന്താ? ഇത് തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പലഹാര. എവിടുന്നാ? അത് സൈനബ് തന്നതാ. ആയിഷ ബീവി തിരിച്ചു മറിച്ചു നോക്കിയത് ഒരൊറ്റ തട്ട്. ആ പാത്രം വീണുടഞ്ഞ് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. തങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കുക. തങ്ങളെ പ്രതികരണം എന്താ? ആ കൊണ്ടുവന്ന സ്ത്രീയെ വേലക്കാരി വിളിച്ചിട്ട് പറഞ്ഞു, പ്രശ്നാക്കണ്ട, വാറത്ത് ഉമ്മുക്കും, ഉമ്മാക്ക് കലി കയറിയതാ, പ്രശ്നാക്കണ്ട. ഉമ്മാക്കൽപ്പം കലി കയറിയതാ, ദേശീയ, അതുകൊണ്ടൊന്നും ചെയ്യണ്ട. രണ്ടാമത് നബി ചെയ്തത് അവിടെ ഇരുന്ന് ആ പാത്രങ്ങളൊക്കെ അതിന്റെ പൊട്ടുകളൊക്കെ പെറുക്കി ഐഷു, ഐഷ എന്ന് തങ്ങൾ വിളിച്ചിട്ടില്ല, ഐഷു, അവിടെ നിന്ന് കൊടുത്തയച്ച പാത്രത്തിന് പകരം കൊടുത്താലട്ട. ഇതാണ് സ്വഭാവം. ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഖിയാറുക്കും അഹ്ലിഹി, സ്വന്തം വീടരോട്, ഭാര്യയോട്, മക്കളോട് ഏറ്റവും നല്ലവരാണ്. അതിനുശേഷം ഒരു പ്രഖ്യാപനമുണ്ട്. തങ്ങൾ പറയണം, ഇന്നീ ഖിയാറുക്കും അഹ്ലി. ചോദിച്ചു നോക്കണോ എന്റെ ഭാര്യയോട്, എന്റെ 9 ഭാര്യമാരോട് ചോദിച്ചു നോക്കും. അവര് പറയും, ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഭർത്താവ്. ഇതാണ് സ്വഭാവം. അപ്പോൾ മുത്തുനബിയുടെ ഹൃദയത്തിൽ ഒരാൾ കടന്നതിന്റെ ഒന്നാമത് പ്രകടമാകുന്ന അടയാളം തങ്ങളുടെ സ്വഭാവം തന്റെ ജീവിതത്തിൽ നേടിച്ച് കാണും. അത്തഖല്ലുഖു ബിഅഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ റബീഉൽ അവ്വൽ വെടിയിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ കടന്നുകൂടുകയും അതിലൂടെ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. തങ്ങളുടെ മീലാദിനോടനുബന്ധിച്ച് ഈ നിമിഷം വരെ, ഈ ദിവസം വരെ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ച് തങ്ങളെപ്പറ്റി പറയാനും കേൾക്കാനും അതിലേക്ക് ചെലവഴിക്കാനും ചായ നൽകാനും പലഹാരം നൽകാനും പായസം നൽകാനും ഒക്കെ മുന്നോട്ട് വന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഹബീബിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. തങ്ങളെപ്പറ്റി പറയുന്ന മജ്ലിസിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു പലഹാരം, ഒരു ഈത്തപ്പഴം, എന്തെങ്കിലും ഒന്ന് നൽകിയിട്ടുള്ളവർ ഒരിക്കലും വെറുതെയാവില്ല. അല്ലാഹു തആല ഹബീബ് കാണുകയും അത് മുഖേന പരിഗണിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رحمن.